ഇംഗ്ലീഷ് ഗ്രാമർ സെഷൻ 6ലേക്ക് കടക്കാം. ടെൻസസ്. ടെൻസസ് എന്ന വേർഡ് ഒരു ലാറ്റിൻ വേർഡാണ്. ടെമ്പസ്റ്റ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നും ഡിറൈവ് ചെയ്തതാണ്. അതിൻ്റെ അർത്ഥം ടൈം എന്നാണ്, സമയം. 3 ടൈപ്പ് ടെൻസ് ഉണ്ട്: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. വർത്തമാനകാലത്തെ പ്രസൻറ്റ് ടെൻസ് എന്നും ഭൂതകാലത്തെ പാസ്റ്റ് ടെൻസ് എന്നും ഭാവി കാലത്തെ ഫ്യൂച്ചർ ടെൻസ് എന്നും പറയുന്നു. ഈ ഓരോ 3 ടെൻസും 4ആയിട്ട് എഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രസൻറ്റ് ടെൻസിലേക്ക് പോകാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ പ്രസൻറ്റ് നോക്കാം. സിമ്പിൾ പ്രസൻറ്റ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ഹാബിച്വൽ ആക്ഷൻ കാണിക്കാൻ, അതായത് എവരിഡേ വർക്ക്, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് കാണിക്കാൻ, ഒരു മാറ്റർ പാസ്റ്റിൽ ഡിസൈഡ് ചെയ്തതാണ് പക്ഷേ അതിൻ്റെ ആക്ഷൻ ഭാവി കാലത്തെ നടക്കത്തുള്ളൂ. ദ സ്കൂൾ റീഓപ്പൺസ് ഓൺ 10th June ആഫ്റ്റർ ദി സമ്മർ വെക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓൾ പ്രോവേർബ്സ്, പഴഞ്ചൊല്ലുകളൊക്കെ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഓൾ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ്, ചരിത്രപരമായ കാര്യങ്ങൾ. ഇതൊക്കെയും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതിനൊരു റൂൾ ഉണ്ട്. സബ്ജക്റ്റ് തേർഡ് പേഴ്സണൽ സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ചേർക്കുക. ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഒരു റൂള്. എക്സാമ്പിൾസ് നോക്കാം. യൂഷ്വലി ജോൺ റീഡ്സ് നോവൽസ്. ജോൺ ഒരു തേർഡ് പേഴ്സണൽ സിംഗുലർ ആണ്. വെർബ് റീഡിൻ്റെ കൂടെ എസ് ചേർക്കുക. യൂഷ്വലി ജോൺ റീഡ്സ് നോവൽസ്. സെക്കൻഡ് എക്സാമ്പിൾ, മൈ ഫ്രണ്ട്സ് വിസിറ്റ് ദെയർ പാരൻസ് ഓൺ എവറി വീക്കെൻഡ്. ഇവിടെ മൈ ഫ്രണ്ട്സ് തേർഡ് പേഴ്സൺ പ്ലൂറലാണ്, അപ്പോൾ എസ് ചേർക്കേണ്ട ആവശ്യമില്ല വെർബിൻ്റെ കൂടെ. മൈ ഫ്രണ്ട്സ് വിസിറ്റ് ദെയർ പാരൻസ് ഓൺ എവറി വീക്കെൻഡ്. നെക്സ്റ്റ് എക്സാമ്പിളിൽ വി ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറലാണ്, അപ്പോൾ വി ഓൾവേസ് ഡിസ്കസ് യുവർ മാറ്റർ ഇൻ അവർ മീറ്റിംഗ്. പ്രസൻറ്റ് ടെൻസിൽ ഇന്ന് രണ്ടാമത്തേത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഇതിനൊരു റൂൾ ഉണ്ട്. അതിൻ്റെ റൂള് സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആർ, ആം, ഇതിലേതെങ്കിലും ഒന്ന് പ്ലസ് ING ഫോം ഓഫ് ദി വേർബ്. ഇതാണ് ഇതിൻ്റെ റൂള്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ടെമ്പററി ആക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട്, നിയർ ബൈ ഫ്യൂച്ചർ ആക്ഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട്, കുറച്ച് മുമ്പ് തുടങ്ങിയ ഒരു ആക്ടിവിറ്റി പക്ഷേ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിനെയും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. എക്സാമ്പിൾ നോക്കാം. മൈ ഫാദർ ഈസ് കമ്മിങ് ഹോം ടു നൈറ്റ്. ഇതൊരു നിയർ ബൈ ഫ്യൂച്ചർ ആക്ഷനാണ്. അടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം. ഈസ് കമ്മിങ് ഹോം ടു നൈറ്റ്, ഇന്ന് രാത്രി വീട്ടിൽ വരുന്നുണ്ട്. ഈസ് കമ്മിങ് നിയർ ബൈ ഫ്യൂച്ചർ ആക്ഷനെ സൂചിപ്പിക്കുന്നു. വി ആർ വാച്ചിങ് ദ TV നൗ. ഞങ്ങളിപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു ടെമ്പററി ആക്ഷനാണ്. ദേ ആർ പ്ലേയിങ് ഇൻ ദി ഗാർഡൻ. അവർ ഗാർഡനിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് നേരം മുന്നേ തുടങ്ങിയ ആക്ടിവിറ്റിയാണ്, ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുന്നത്. ചില വേർഡ്സ് ING ഫോമിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഏതൊക്കെയാണെന്ന് നോക്കാം. സീ, ഹിയർ, സ്മെൽ, ടേസ്റ്റ്, ഫീൽ, നോ, റിമെമ്പർ, ഫോർഗെറ്റ്, ലവ്, ഹെയ്റ്റ്, അണ്ടർസ്റ്റാൻഡ്, ഹോപ്പ്, തിങ്ക്, കൺസിസ്റ്റ്, ബിലോങ്, ഓൺ, പോസസ്. ഇവയൊന്നും ING ഫോമിൽ യൂസ് ചെയ്യാൻ പാടില്ല. മൂന്നാമത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇതിനൊരു റൂളുള്ളത് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ഓർ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വേർബ്. ഇവിടെ ഹാസ് യൂസ് ചെയ്യുന്നത് തേർഡ് പേഴ്സണൽ സിംഗുലർ ആണെങ്കിൽ ഹാസ് യൂസ് ചെയ്യും. ഷീ ഹാസ് ജസ്റ്റ് കംപ്ലീറ്റഡ് ഹെർ ഹോംവർക്ക്. ഇനി ജസ്റ്റ്, നെവർ, എവർ ഈ വേർഡ്സൊക്കെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ മാത്രമാണ് യൂസ് ചെയ്യുള്ളൂ. പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങൾ പറഞ്ഞില്ലല്ലോ. ഒരു ജസ്റ്റ് ഫിനിഷ്ഡ് ആക്ടിവിറ്റിയോ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ഒരു ആക്ടിവിറ്റി ഭൂതകാലത്ത് കഴിഞ്ഞുപോയി, പക്ഷെ അതിൻ്റെ സമയം മെൻഷൻ ചെയ്യുന്നില്ല, അപ്പോൾ അതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് എക്സ്പ്രസ് ചെയ്യുക. നാലാമത്തേത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇത് ഒരു ആക്ടിവിറ്റി കുറേ നാൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ്. സം ഇയേഴ്സ്, മന്ത്സ്, വീക്സ് അല്ലെങ്കിൽ ഡേയ്സ്, ഹവേഴ്സ്, പക്ഷെ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വി മസ്റ്റ് യൂസ് സിൻസ് ഓർ ഫോർ. സിൻസോ ഫോറോ ഇതിൽ യൂസ് ചെയ്യണം. സിൻസ് എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നു. ഫോർ എന്ന് പറഞ്ഞാൽ പീരിയഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ റൂള് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്.
ഹാസിൻ്റെ കൂടെ, അതായത് തേർഡ് പേഴ്സണൽ സിംഗുലറിൻ്റെ കൂടെയാണ് ഹാസ് യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും ഹാവ് യൂസ് ചെയ്യും. എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ എറണാകുളം സിൻസ് 2000 ഫോർ 7 years. 2000 എന്ന വർഷം മുതൽക്ക് ഞാൻ എറണാകുളത്ത് താമസിക്കുന്നുണ്ട്. ഇനി 7 വർഷമായിട്ട് ഞാൻ എറണാകുളത്ത് താമസിക്കുന്നുണ്ട്. ഏത് വർഷമാണെന്ന് എടുത്ത് പറയുമ്പോൾ അതൊരു പോയിൻ്റ് ഓഫ് ടൈമാണ്. അവിടെയാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നത്. പീരിയഡ് ഓഫ് ടൈം 7 വർഷം, അവിടെയാണ് നമ്മൾ ഫോർ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ പ്രസൻറ്റ് ടെൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഐ സീ ഹിം. ഇത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇതിനെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആക്കണം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആക്കണമെങ്കിൽ എന്തായിരുന്നു ഫോർമുല? സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആർ, ആം പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. ഇവിടെ സി എന്ന് പറയുന്നതിനെ നമ്മൾ ആ ഒരു റൂൾ അനുസരിച്ച് മാറ്റുമ്പോൾ ഐ ആം ലുക്കിംഗ് ഹിം എന്ന് വരും. സി ING ഫോമിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഐ ആം ലുക്കിംഗ് ഹിം. മൈ ഫാദർ ഹാസ് സ്പോക്കൺ ടു മീ ഓവർ ഫോൺ. ഇത് ഏത് ടെൻസാണ്? ഹാസ് സ്പോക്കൺ. ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇതിനൊരു സിമ്പിൾ പ്രസൻറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റാം. മൈ ഫാദർ സ്പീക്സ് ടു മീ ഓവർ ഫോൺ. മൈ ഫാദർ ഒരു തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ വെർബിൻ്റെ കൂടെ എസ് ഓർ ES ചേർക്കണം എന്ന് നമ്മൾ നേരത്തെ റൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈ ഫാദർ സ്പീക്സ് ടു മീ ഓവർ ഫോൺ. മൈ ഫ്രണ്ട് ഈസ് അറൈവിങ് ടുമോറോ. ഈസ് പ്ലസ് ING ഫോമാണ്. അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മൈ ഫ്രണ്ട് തേർഡ് പേഴ്സണൽ സിംഗുലർ ഫോമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഹാസ് ആണ് വരിക. മൈ ഫ്രണ്ട് ഹാസ് അറൈവൺ. അറൈവിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അറൈവൺ. അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. അവർ കഴിഞ്ഞ മാർച്ചിൽ വിവാഹിതരാവേണ്ടവരായിരുന്നു. എന്നാൽ അവളുടെ അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണം മൂലം ഈ വിവാഹം അടുത്ത ഡിസംബറിലേക്ക് മാറ്റിയിരിക്കുന്നു. ഈ വാക്യം ഇംഗ്ലീഷിലേക്കൊന്ന് നമുക്ക് തർജ്ജിമ ചെയ്യാം. They were to have been married last March, but it was postponed due to the sudden death of the bride's father. സബ്ജക്റ്റ് ഡ്രൈവർ, വെർബ് ഡ്രൈവ്, ഒബ്ജക്റ്റ് ദ കാർ. ഇത് വെച്ചിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ആദ്യം തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉണ്ടാക്കാം. ദി ഡ്രൈവർ ഡ്രൈവ്സ് ദ കാർ. പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് ആക്കുമ്പോൾ ദി ഡ്രൈവർ ഈസ് ഡ്രൈവിംഗ് ദ കാർ. പ്രസൻറ്റ് പെർഫെക്റ്റിലേക്ക് ആക്കുമ്പോൾ ദി ഡ്രൈവർ ഹാസ് ഡ്രിവൺ ദ കാർ. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ദി ഡ്രൈവർ has been driving the car. The manager has scolded his worker. ഈ വെർബിനെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിലേക്ക് മാറ്റാം. The manager scolds his worker. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റുമ്പോൾ The manager has been scolding his worker. പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് ആക്കുമ്പോൾ The manager is scolding his worker. ടെൻസസിൽ പ്രസൻറ്റ് ടെൻസിൻ്റെ കംപ്ലീറ്റ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് സെഷനിൽ പാസ്റ്റ് ടെൻസ് പഠിക്കാം. ഈ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുക.